ഫാർമ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം ഓയിൽ മസാജിങ് ഇൻ അംബ്ലിക്കസ് എന്നതിനെ കുറിച്ചാണ്. എന്നത് വെച്ചാൽ ബെല്ലി ബട്ടൺ എന്നറിയപ്പെടുന്ന നമ്മുടെ പുക്കിൾക്കൊടി ബന്ധം അമ്മയിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവായ നിമിഷം മുതൽ പുറത്തു വരുന്ന സമയം വരെ ഈ പുക്കിൾക്കൊടിയാണ് നമ്മൾക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസും വളരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നത് ഈ പുക്കിൾക്കൊടിയാണ്. അമ്മയിൽ നിന്ന് വേർപെട്ടതിന് ശേഷം ഡോക്ടർ ഈ പുക്കിൾക്കൊടി വേർപെടുത്തുന്നു. അതിനുശേഷം ഈ പുക്കിൾക്കൊടി കരിഞ്ഞു പോകുന്നു. നമ്മളെ കുളിപ്പിക്കുന്ന വയറ്റാട്ടി അത് തുടച്ച് വൃത്തിയാക്കുന്നു. അതിനുശേഷം നമ്മൾ അതിനെ കെയർ ചെയ്യുന്നേ ഇല്ല. പ്രത്യേകിച്ച് കുളിക്കുമ്പോൾ അത് വൃത്തിയാക്കുന്നു അല്ലാതെ നമ്മൾ അതിനെ കെയർ ചെയ്യുന്നില്ല. പക്ഷെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഈ പുക്കിൾക്കൊടി നമ്മളുടെ എനർജി സെന്റർ ആണ്. അതിൽ ഓയിൽ മസാജ് ചെയ്യുന്നത് മുഖേന നമ്മൾക്ക് ധാരാളമായ പ്രയോജനങ്ങൾ കിട്ടുന്നു എന്ന് പറയുന്നു. എന്തൊക്കെ പ്രയോജനങ്ങളാണെന്ന് ഞാൻ പറയാം. ഈ ഓയിൽ മസാജിങ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡിയിൽ എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ലത് രാവിലത്തെ ഭക്ഷണത്തിന് മുമ്പ് ഒരു 7 മണിക്ക് മുമ്പ് കുളിക്കുക. അതിനുശേഷം ഈ ഓയിൽ മസാജിങ് ചെയ്യുക. ഇതാണ് ഏറ്റവും നല്ലത്. ഇത് പറ്റത്തില്ലാത്തവർക്ക് രാത്രിയിൽ 7 മണിക്ക് ആഹാരം കഴിച്ചതിന് ശേഷം 10 മണിക്ക് കിടക്കുക. ആ 10 മണിക്ക് കിടക്കുന്ന സമയത്ത് ഓയിൽ മസാജിങ് ചെയ്തതിന് ശേഷം കിടക്കുക. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയല്ല? 1, ഇത് മോയിസ്ചറൈസസ് ദ സ്കിൻ. ഇത് സ്കിന്നിന്റെ ഹൈഡ്രേഷൻ കൂട്ടുന്നു. അതായത് വാട്ടർ കണ്ടന്റ് കൂട്ടിയിട്ട് ഡ്രൈനസ് കുറച്ച് നമ്മുടെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള സ്കിന്നിന് നമുക്ക് നൽകുന്നു. രണ്ടാമതായി സർക്കുലേഷൻ കൂട്ടിയിട്ട് ഓക്സിജനും ന്യൂട്രിയൻസും കൂടുതലായിട്ടുള്ള ബ്ലഡിനെ കൂടുതലായിട്ട് സെല്ലിലോട്ട് എത്തിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യുന്നു, അതായത് കുറയ്ക്കുന്നു. അതായത് തലച്ചോറിൻ്റെ അകത്ത് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ഉൽപാദനം കൂട്ടിയിട്ട് അത് ഹാപ്പി ഹോർമോൺ ആണ്. അപ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഈ ഹോർമോൺ സഹായിക്കുന്നു ഈ ഓയിൽ മസാജിങ് മുഖേന. അത് കണക്ക് തന്നെ ഈ ബെല്ലി ബട്ടണിൽ ഓയിൽ ഒഴിക്കുന്നത് മുഖേന ഇത് ഡൈജസ്റ്റീവ് ട്രാക്റ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഡൈജഷൻ കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നു. അതുവഴി ഗ്യാസും ബ്ലോട്ടിങ്ങും ഒക്കെ കളയാൻ സഹായിക്കുന്നു. 5ാമത് വൈറ്റൽ എനർജി സെന്റർ ആണ്. എനർജിയുടെ ബോഡി ബാലൻസിനെ ഇത് ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ഇത് ആരൊക്കെ ഒഴിവാക്കണം? ഈ ഓയിൽ മസാജിങ് ആരൊക്കെ ഒഴിവാക്കണം? 1, ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള അബ്ഡോമൻ്റെ അകത്തുള്ള പാർട്സ് പുറത്തോട്ട് തള്ളി വരുന്ന ഒരു അസുഖമാണ് ഹെർണിയ. ഇങ്ങനെയുള്ളവർ ഒഴിവാക്കണം. അത് കണക്ക് സീരിയസ് ആയിട്ടുള്ള അൾസർ നമ്മുടെ ഉള്ളിലുള്ളവർ ഒഴിവാക്കണം. പ്രഗ്നന്റ് ലേഡീസ് ഒഴിവാക്കണം. ഇനിയും ഇതിന് ഏതൊക്കെ ഓയിൽസ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും പറയാം. 1ാമതായി ആൽമണ്ട് ഓയിൽ ഓർ ബദാം ഓയിൽ. ഈ ബദാം ഓയിൽ ഒഴിച്ച് 2-3 തുള്ളി ഒഴിച്ച് മസാജ് ചെയ്യുന്നത് മുഖേന ബദാം ഓയിലിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നിവ മുഖേന അബ്സോർബ് ചെയ്ത് അകത്തോട്ട് പോയിട്ട് അത് കണ്ണിനെ കൂടുതൽ നനവുള്ളതാക്കുകയും കണ്ണിൻ്റെ ഗുഡ് ഹെൽത്തിന് വൈറ്റമിൻ എ എന്ന് പറയുന്ന സാധനം റെറ്റിനോളായി ബോഡിയിൽ മാറിയിട്ട് ഈ റെറ്റിനോൾ നമ്മുടെ ഗുഡ് ഐ ഹെൽത്തിന് ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം ഡ്രൈ ഐ കണ്ടീഷൻ മാറ്റുന്നു. മോയ്സ്ചറൈസ് ചെയ്ത തിളക്കമുള്ള കണ്ണുകൾ സ്വന്തമാക്കാം. 2ാമതായി മസ്റ്റാർഡ് ഓയിൽ ഓർ കടുകെണ്ണ. ഈ കടുകെണ്ണ സ്കിന്നിന്റെ ഡീപ്പസ്റ്റ് ലെയേഴ്സിന്റെ വെയിൻസിലോട്ടും നെർവ്സിലോട്ടും അബ്സോർബ് ചെയ്ത് പോയിട്ട് പൊട്ടിയ ചുണ്ടിന്റെ നിറം മാറ്റുകയും സോഫ്റ്റ് ആക്കുകയും പിങ്കിഷ് ലിപ്സ് സ്വന്തമാക്കുന്നതിനും സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് പോയി ഹോൾ ബോഡി സ്കിന്നിനെ ഗ്ലോ ആക്കുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം ഇത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലോട്ട് അബ്സോർബ് ചെയ്ത് പോയി ഡൈജഷൻ ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ അബ്ഡോമിനിലുള്ള ക്രോണിക് പെയിൻ എല്ലാം ഭയങ്കരമായിട്ടുള്ള വേദനകളെ കുറയ്ക്കുന്നതിനും നമ്മുടെ മെൻസ്ട്രുവൽ ഡിസ്കംഫോർട്ട് കുറയ്ക്കുന്നതിനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിനും എൻഡോമെട്രിയോസിസ് വഴിയുള്ള വേദനകളും അസുഖങ്ങളും കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു. 3ാമതായി കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ നമ്മുടെ പുക്കിളിൽ ഇറ്റിച്ച് മസാജ് ചെയ്യുന്നത് മുഖേന നമ്മുടെ ബ്രെയിൻ്റെ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഹോർമോൺ പ്രൊഡക്ഷനെ കൂട്ടുന്നു. സെറോട്ടോണിൻ എന്ന ഹോർമോണിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവ തടയുന്നു. അതോടൊപ്പം നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്ത് പോയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടി ഹെയർ ഫോൾ കുറയ്ക്കുന്നു. ലിംഫാറ്റിക് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ പുറന്തള്ളാനും സഹായിക്കുന്നു. റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ
എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ, എന്ന് വെച്ചാൽ നമ്മുടെ ഓവുലേഷനൊക്കെ കൂട്ടാനും സ്പേം കൗണ്ട് ആണുങ്ങളുടെ ടെസ്റ്റിസിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സ്പേം കൗണ്ട് കൂട്ടാനും അങ്ങനെ ഇൻഫെർട്ടിലിറ്റി തടയാനും, എന്ന് വെച്ചാൽ ഉണ്ടാകാതിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്പീഡിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് ഓവറിയിൽ ഓവുലേഷൻ കൂട്ടുകയും സ്പേം കൗണ്ട് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു. ബോൺ ഹെൽത്തിന് ഇത് സഹായിക്കുന്നു. ബ്ലഡ് ക്ലോട്ടിങ്ങിനും സഹായിക്കുന്നു. സെക്ഷൽ ഹെൽത്തിന് സഹായിക്കുന്നു. എനർജി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ ഹോൾ ബോഡിയിൽ നെർവ് സെല്ലിലോട്ട് അബ്സോർബ് ചെയ്ത് അത് ഓരോ ബോഡിയിലോട്ടും എത്തുന്നത് മുഖേന നമ്മുടെ സെക്കൻഡ് ബ്രെയിനായിട്ട് സെക്കൻഡ് ബ്രെയിനായിട്ട് ഇത് അറിയപ്പെടുന്നു. മൂഡ് സ്റ്റെബിലൈസറായിട്ട് അറിയപ്പെടുന്നു. സെറോട്ടോണിൻ ഉൽപാദനം കൊണ്ടാണ് ഇതെല്ലാം ഗുണമുണ്ടാകുന്നത്. ഈ കാസ്റ്റർ ഓയിൽ കോൾഡ് കംപ്രസ്ഡ് ഓർഗാനിക് ആയ കെമിക്കൽ ചേർക്കാത്ത പ്യുവർ അൺറിഫൈൻഡ് ഓയിൽസ് ഉപയോഗിക്കണം. നാലാമതായി നീം ഓയിൽ. നീം ഓയിൽ ഉപയോഗിക്കുന്നത് മുഖേന, നീം ഓയിൽ എന്ന് പറഞ്ഞാൽ ആര്യവേപ്പിൽ നിന്ന് എടുക്കുന്ന എണ്ണയാണ് നീം ഓയിൽ. ഇത് അലർജിക് റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ വരുന്നതിനെ തടയുന്നു. നമ്മുടെ മുഖക്കുരു പിമ്പിൾസ് വരുന്നത് തടയുന്നു. ഇച്ചിങ് ചൊറിച്ചിലിനെ തടയുന്നു. എന്ന് വെച്ചാൽ മുഖക്കുരു, അലർജി ഇതെല്ലാം തടയുന്നു നീം ഓയിൽ. അഞ്ചാമതായി കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ നമ്മുടെ പുക്കിളിൽ ഇറ്റിക്കുന്നത് മുഖേന ഡയജഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കയറി വയറ് നിറഞ്ഞതുപോലെയുള്ള അവസ്ഥ, ഡിസ്കംഫോർട്ട് ഇതെല്ലാം കളയാനായിട്ട് ഈ കോക്കനട്ട് ഓയിൽ മസാജിങ് സഹായിക്കുന്നു. നമ്മുടെ മെഷീൻസിനും വെഹിക്കിൾസിനും ഒക്കെ ഓയിൽ ഒഴിക്കുമ്പോൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അതേ എഫക്റ്റ്, അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് നമ്മുടെ ബോഡിയിലെ സെക്കൻഡ് ബ്രെയിനായിട്ടും എനർജി സെൻ്ററായിട്ടും അറിയപ്പെടുന്ന ഈ ഓയിൽ മസാജിങ് നമ്മൾക്ക് ആർക്കും ഈ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വായിക്കാത്ത ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്.